ഒരുപാട് ഷെല്ലാക്രമണങ്ങൾ തുടർച്ചയായിട്ട് വരുന്നു. ആ ഷെല്ലാക്രമണത്തിൽ ഒരുപാട് വീടുകൾ തകർന്ന വീടിന് മുന്നിൽ ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോടും മനു ബാലകൃഷ്ണനും എത്തിയിരുന്നു. ബാരാമുള്ളയിൽ നിന്ന് ഉറിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ സ്ഥലമുള്ളത്. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്, ഒരു ചെറിയ ഗ്രാമമാണ്. കനത്ത ഷെല്ലാക്രമണത്തിൽ ഗിംഗൽ എന്ന് പറയുന്ന ഗ്രാമം. ആ ഗ്രാമത്തിൽ നിന്നും ആദിൽ പാലോടും മനു ബാലകൃഷ്ണനും തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് കാണാം. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ തകർന്ന അതിർത്തി ഗ്രാമത്തിലെ ഒരു വീട്ടിലാണ് നമ്മൾ ഉള്ളത്. ഇതൊരു സാധാരണ കൂലിവേല ചെയ്യുന്ന ഒരാളുടെ വീടാണ് എന്നാണ് ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇവിടെയുള്ള ജനൽ ചില്ലകളാകെ തകർന്നിട്ടുണ്ട്. ഇതുവഴി കയറാൻ സാധിക്കുമോ എന്ന് നോക്കുകയാണ്. ഇരുപത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടേക്ക് ഇതിൻ്റെ മുഴുവൻ വാതിലൊക്കെ ഒരു ഭാഗത്ത് അടച്ചു കിടക്കുകയാണ്. ഇവിടെയൊക്കെ ജനലുകളായിരുന്നു. ഗ്ലാസുകൾ ഇവിടെയൊക്കെ പൊട്ടിച്ചിതറി ചിന്നിക്കിടക്കുന്നത് കാണാം. ഒരു ഭാഗത്തെ ജനൽപാളി ഇങ്ങനെയും കാണാം. ഇരുപത്തിൽ ഇവരുടെ ജീവിതം ഏത് വിധമാണ് പാകിസ്ഥാൻ ആർമി തകർത്തത് എന്നതിൻ്റെ കൃത്യമായ അവശേഷിപ്പുകളാണ് നമ്മൾ ഇങ്ങനെ കാണുന്നത്. ഇവിടെ ആകെ പൊടിയുമാണ്. മുഴുവനായി തന്നെ അവരുടെ ജീവിതം ദുസ്സഹമായതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരു ഭാഗത്തെ വാതിലാകട്ടെ ഈ വിധം പൊട്ടിത്തകർന്ന് മാറിക്കിടക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയൊക്കെ വീടുകളാണ്, റൂമുകളൊക്കെ പലതും പൂട്ടിയിട്ടിരിക്കുന്നു. ഇതൊരു ബാത്റൂമാണ്, ഇവരുടെ ഒരു ടോയ്ലറ്റും ബാത്റൂമുമാണ്. ഇതൊക്കെ ഇവിടുത്തെ ജനൽ ചില്ലുകളൊക്കെ തകർന്ന് കിടക്കുന്നു. ഇവരുടെ ജീവിതമാകെ ദുസ്സഹമായിരിക്കുന്നു. ഇവർ ഈ ഷെല്ലാക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ബന്ധുവീടുകളിലേക്ക് മാറി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന വിവരം. അടുത്തുള്ള ആളുകൾ പറയുന്നത് ഇതൊക്കെ റൂമുകൾ പൂട്ടിയിരിക്കുന്നു, പക്ഷേ പൂർണ്ണമായും തകർന്നു എന്നുള്ളതാണ്. മുകളിലേക്ക് പോയാൽ മുകളിൽ അവരുടെ ഒരു ചെറിയ സംവിധാനം മുഴുവനായി തകർന്നു എന്നതാണ്. ഗിംഗൽ എന്ന ഗ്രാമത്തിലെ മുഴുവൻ സംവിധാനങ്ങളും മുഴുവൻ വീടുകളും ഭാഗികമോ പൂർണ്ണമായോ തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നിലവിലിവിടെ കാണുന്ന കാഴ്ച. ഇതിൻ്റെ മുകൾ ഭാഗമാണ്. പലയിടത്തും ഈ പൊട്ടലുകൾ കാണാം. ഏതായാലും ഒരു വശത്തേക്ക് നോക്കിയാൽ മനു ബാലകൃഷ്ണൻ ഈ വശം വഴി കാണിച്ചു കൊടുത്താൽ അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു വശത്തെ ഭാഗം പൂർണ്ണമായി അവിടെ ഒരു ഗ്ലാസ്സൊക്കെ തകർന്ന രൂപത്തിൽ കാണാനാകും. പരിസരത്തെയൊക്കെ വീടുകളുടെ സ്ഥിതി ഇത് തന്നെയാണ്. ഇതൊരു കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരാളുടെ വീടാണ് എന്നാണ് പരിസരത്തുള്ളവർ പറയുന്നത്. നമ്മൾ കണ്ടു അതിർത്തിയിലെ ഗ്രാമങ്ങളിലെ ആളുകളുടെ ജീവിതം എന്താണ് എന്നതിൻ്റെ യാഥാർത്ഥ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഷെല്ലുകളാണ്, പാകിസ്ഥാൻ ആർമി തൊടുത്തുവിടുന്ന ഷെല്ലുകൾ. നമ്മൾ ഭീകരരെ ലക്ഷ്യം വെച്ചാണ് മിസൈലുകൾ തൊടുത്തുവിട്ടതെങ്കിൽ പാകിസ്ഥാൻ ആകട്ടെ ഇന്ത്യക്കാരെ ലക്ഷ്യം വെച്ച് മിസൈലുകൾ തൊടുത്തുവിടുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്ന കാഴ്ച. ഇവിടെ ഓരോ വീടുകളിലും സാധാരണ ആളുകളാണ്, കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ ജീവിതം എങ്ങനെയാണ് ഇവർ കുട്ടിച്ചോറാക്കുന്നത് പാകിസ്ഥാൻ എന്നതിൻ്റെ നേർചിത്രമാണ്. ഇവിടുന്ന് LOCയിലേക്ക് അധികം ദൂരമില്ല, നിയന്ത്രണ രേഖ സമീപമാണ്. അവിടെ നിന്നാണ് പാകിസ്ഥാൻ പോസ്റ്റുകളിൽ നിന്ന് ഷെല്ലാക്രമണം ഉണ്ടാകുന്നത്. ഷെല്ലാക്രമണത്തിൽ തകർന്നു പോയ വീടുകളും വീട്ടിനകത്തെ കാഴ്ചകളുമാണ് നമ്മൾ ഈ കാണുന്നത്. വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ ആളുകൾ എന്നുള്ളതാണ് നമ്മൾ ഗിംഗൽ എന്ന ഗ്രാമത്തിൽ കാണുന്ന കാഴ്ച. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, റിപ്പോർട്ടർ കശ്മീർ.